ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചല്ലേ പറയുള്ളൂ. ഞാനാ പിൻവലിക്കാൻ ഞാൻ ആരും അതിന് തേജാവധം ചെയ്തിട്ടില്ല. ഞാനൊരു തേജാവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ള ഒന്നും വരുമല്ലോ. ചാനലുകാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ 66ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടോ? ഞാൻ പറയും. ഒരു മര്യാദ മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. ഇനിയിപ്പോൾ എന്തോന്നാ പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയിലൊന്നും ഇവിടെ ഒന്നും സംസാരിച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നം. എന്തൊരു പാട് പിന്നെയും പറയും. കറുപ്പ് വെളുപ്പെന്ന് ഞാൻ ചോദിക്കട്ടെ, സങ്കടം സന്തോഷം, കറുപ്പ് വെളുപ്പ്, രാവ് പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ ഉണ്ട്? അല്ല, മൃഗം മനുഷ്യനും കൂടെ ഒന്നിച്ച് ചേർക്കണ്ട. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താൽ മതി. സങ്കടവും ചിരി അല്ല വേണ്ട, കേക്കണ്ട. ഇല്ല, കേക്കണ്ട നിങ്ങൾ കേക്കണ്ട. പൊതുവികാരം ഉയർന്നിട്ട് കാര്യമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം, എന്റെ പൊന്നെ, എനിക്ക് അവരെന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധമില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ധാഷ്ട്യം ദീഷ്ടിയൊന്നും അല്ല ഇത്. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. വൃത്തികേടെന്ന് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? എന്നെ ചോദ്യം ചെയ്യാനും എന്തിന് നിറവ്യത്യാസം? അതാ ഞാൻ പറഞ്ഞ കറുപ്പ് വെളുപ്പ് എന്തിനാ? അടിസ്ഥാനത്തിൽ കലാകാരന്മാരെ വേർതിരിക്കുന്നത് അത് ശുദ്ധ മലയാളം എന്ന് പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം. അത് നിങ്ങളെ ആരുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. അല്ല, എത്രയോ സ്ഥലത്ത് മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇതായിട്ടുണ്ട്. അതാ പറഞ്ഞ നിങ്ങളെ നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ. ഇപ്പോഴത്തെ കുറെ പയ്യന്മാര് മേക്കപ്പിന് നോക്കിട്ട് ഞാൻ പറയട്ടെ, ഇയാളെ മിണ്ടായി അവർ നല്ല ഇത്തിരി നിറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണ്ടല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല. ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട്. അറിയേയില്ല ആ കുട്ടി ഇങ്ങനെ ഒരു നിറ മേക്കപ്പിൽ കാര്യമുണ്ട്. അല്ല കളിക്കും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ എങ്ങനെ അറിയാം? ഇല്ല ആണല്ലേ, നിങ്ങൾക്ക് വന്നിട്ട് സൗന്ദര്യം മാത്രം അറിഞ്ഞാൽ മേഡം ആരുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, ആരെ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ RLV രാമകൃഷ്ണന് കൊള്ളാൻ എന്തായിരിക്കും കാരണം? എനിക്ക് അറിഞ്ഞൂടാ. ഒരു പ്രശ്നമല്ല. അതിന് ആ രാമകൃഷ്ണനുള്ളത് നിങ്ങൾക്കങ്ങ് നിങ്ങളൊക്കെ തീരുമാനിക്കണല്ലേ. ആള് പോയിരിക്കും, എവിടെ ഇല്ല. തുടക്കത്തിൽ തന്നെ രാമകൃഷ്ണ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത് ഇതിനെ കുറിച്ച് പറയുന്നത് സ്വാഭാവികം മനസ്സിലാവില്ല. അയാളെ കുറിച്ച് പറയുന്നത് എന്റെ പൊന്നെ, നമ്മളങ്ങനെ എന്തെല്ലാം പറയും. അറിഞ്ഞിട്ട് നമ്മളൊരാളുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. പറഞ്ഞത് ആ വ്യക്തി, നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്നു പറയണം. കേസിന് പോട്ടെ. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ പങ്കെടുക്കുന്നത്. കറുത്ത ഒരു കുട്ടിക്ക് ഈ ഡാൻസ് കളിക്കാനോ മത്സരത്തിൽ പങ്കെടുക്കാനോ അവകാശമുണ്ടോ? ഇല്ല. എന്താ കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ ഉള്ള കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ യോഗ്യതയുണ്ടോ? അത് തന്നെ പറഞ്ഞെന്ന്. പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഒരേ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കയറി ഇയാള് ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ. അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. അതിന് മുമ്പ് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് സൗന്ദര്യത്തിന് മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്നാണ് മേക്കപ്പിന് വിളിച്ചോ.
മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ പഠിക്കണോണ്ട് എന്ത് കുഴപ്പം? ഈ കറുത്ത കുട്ടികൾ വന്ന് കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോൾ അവരെ കാശും വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കല്, കാശും മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. ആ വല്ലാതെ സൗന്ദര്യത്തിന് ഒരു കോളുണ്ടെന്ന് ഈ കുട്ടി എവിടെയായിരുന്നു നേരത്തെ പറയുന്നത്? കറുപ്പും വെളുപ്പും വേർതിരിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. സൗന്ദര്യം അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? നെൽസൺ മണ്ടേല സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. റിപ്പോർട്ടറെ അറിയിക്കാം. അതന്നെ ഇയാളെ അറിയിക്കാടോ. ഒരു വിധികർത്താവാണ് നിങ്ങളെന്ന് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടോ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ സംസാരം? നിങ്ങള് മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ, കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇയാള്? പിന്നെ എന്തോന്ന് വായിക്കാത്ത ആള് പറയുന്നത്? ഞാനേ ബുക്ക് അങ്ങ് തരാൻ പോയി പഠിച്ചിട്ട് വരും. എന്താ അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? ഇതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ 4 കൊല്ലം കൂടെ ആകെ 22 പിള്ളേരാ. ഇന്ന് 250 പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്നത്. ആർക്കുണ്ട് ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടോ? ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബയൊക്കെ ഇട്ടിട്ട് 3 പയ്യന്മാരെ കൊണ്ടിരുന്നു. ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന്? ഇപ്പൊ എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ല, 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. അല്ലല്ല, ഇതുവരെ നിങ്ങൾ എന്നെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ നിൽക്കുന്ന ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരിക്കലും അല്ല, നിങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു. ആയിക്കോട്ടെ, അതൊന്നല്ല, നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷികളോ കിട്ടണം, എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം. അങ്ങനെ ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായ? അതൊന്നല്ല, അങ്ങനൊന്നും ഇയാൾ പറഞ്ഞു പഠിക്കേണ്ട. അവസരം നിഷേധിച്ചതും അവാർഡുകൾ നിഷേധിച്ചതും ആരാണ്? അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നു? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു കറുത്തത് വീട് മതി. അത് കഴിഞ്ഞ് CCRTയുടെ മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും, ഇന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തെത്ര പ്രശ്നങ്ങൾ. വെറുപ്പുള്ളൂ. വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരു അസ്വസ്ഥതയില്ല. മനസ്സിലായ? തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാ. പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ 3 നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ. ഓരോ അസ്വസ്ഥതയില്ല എന്റെ കൈരളി ചാനല. അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല.
ആയിക്കോട്ടെ, അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ച ഒരു ആണ് എനിക്ക് ആയിക്കോട്ടെ. കറുത്ത കുട്ടിയാലും വെളുത്ത കുട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റാണ്. ഇനി ഞാൻ കഥ കടയ്ക്കും. അതായത് ഞാൻ പറയണത് എൻ്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട്, സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതം ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ID കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്കിപ്പോൾ അയാൾ കേസിന് പോവും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ്